ഹരിയാനയിൽ എവിടെയൊക്കെ ബി ജെ പിക്ക് പ്രശ്നം ഉടലെടുക്കുന്നുണ്ടോ, ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഉറപ്പായും പരാജയം സമ്മതിക്കേണ്ടി വരും എന്ന് മനസ്സിലാകുന്നുണ്ടോ, അവിടെയെല്ലാം ആം ആദ്മി പാർട്ടി അവതരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യമെന്നത് കോൺഗ്രസ് വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ തന്നെയാണ്. ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഏകീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആം ആദ്മിയുടെ ലക്ഷ്യം. അതിനായാണ് അവർ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവർക്ക് ഒരൊറ്റ സീറ്റ് ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരാതിരിക്കാൻ എന്ത് രീതിയിലുള്ള കളിയും കളിക്കാൻ അവർ തയ്യാറാണ്. അവരുടെ ഉദയം തന്നെ കോൺഗ്രസിനെ തകർത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിലായിരുന്നു. കെജ്രിവാളിന് ജാമ്യം കിട്ടിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. ബി ജെ പിയുമായി ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കെജ്രിവാൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഗുണവും കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വളരെ വൈകാതെ തന്നെ ലഭിക്കും എന്ന ഉറപ്പിന്മേൽ തന്നെയാണ് ഇപ്പോൾ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതായത് മത്സരം പല സ്ഥലങ്ങളിലും ത്രികോണമാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ പോലും ബി ജെ പിക്ക് വിജയപ്രതീക്ഷയൊന്നും തന്നെയില്ല. കോൺഗ്രസിൻ്റെ ബഹുദൂര മുന്നേറ്റത്തെ തടുക്കാൻ കഴിയുമെന്നും അവരെ വിജയത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിക്കാതിരിക്കാൻ എന്തെല്ലാം കളികൾ കളിക്കാമോ അതെല്ലാം ചെയ്യാൻ ഒരു മടിയും കൂടാതെ ശ്രമിക്കുകയുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുത്തത് മാത്രമല്ല 45ഓളം മണ്ഡലങ്ങളിൽ അവർ ഒന്നാം സ്ഥാനത്തെത്തി. എന്നാൽ ലോക്സഭാ പാറ്റേണിൽ നിന്നും വളരെ വിഭിന്നമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രീതി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10ൽ 10 നേടിയ ഹരിയാനയിൽ ബി ജെ പിക്ക് പക്ഷേ ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി അറിയാം ഈ ലോക്സഭാ പാറ്റേൺ അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. എന്നാൽ കോൺഗ്രസ് തമ്മിലടി തുടങ്ങിയാൽ അത് വലിയ പ്രശ്നമാകും. ഒന്നാമത്തെ കാര്യം, ഭൂപീന്ദർ സിംഗ് ഹൂദയും ഷെൽജയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് കുമാരി ഷെൽജ. നിലവിൽ അവർ ലോക്സഭ എം പിയാണ്. അതിനിടയിൽ രൺദീപ് സുർജേവാല പറഞ്ഞ ഒരു ഡയലോഗാണ് കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് എന്നുള്ളതിന് സംശയമില്ല. അതായത് MLA-മാരെ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കൂ എന്നൊന്നും ഒരു കീഴ്വഴക്കവുമില്ല. അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ. പാർലമെൻറ്റ് അംഗമായിട്ടുള്ളവരെയും അതല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവരെയും മുഖ്യമന്ത്രിയാക്കാം. ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ ജയിച്ചാൽ മതിയല്ലോ എന്ന രൺദീപ് സുർജേവാലയുടെ ആ പ്രസ്താവന ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരു ഭിന്നാഭിപ്രായത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനെയാണ് ബി ജെ പി ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴേ അധികാര തർക്കം തുടങ്ങിയെന്നും കെട്ടുറപ്പില്ലായ്മയാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയെന്നും, എന്നാൽ ബി ജെ പിക്ക് ദേശീയ ഘടകം പറയുന്നതല്ലാതെ മറ്റൊരു ചിന്തയില്ല. അതിൻ്റെ എത്ര വലിയ നേതാവായിരുന്നാലും അത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒഡീസയിലുമൊക്കെ കണ്ടതല്ലേ എന്നും ബി ജെ പി ആവർത്തിച്ചു പറയുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അപജയമെന്ന് പറയുന്നത്. ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ കൃത്യമായി പരിഹരിക്കാൻ കോൺഗ്രസിൻ്റെ കയ്യിൽ വിജയ ഫോർമുലയുണ്ട്. മികച്ചൊരു മാനിഫെസ്റ്റോ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. എന്നിട്ട് പോലും പടലപ്പിണക്കം അതിരൂക്ഷമായാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയേ ഉള്ളൂ.